പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നും ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വട്ടം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാകുക, അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പഠന വൈകല്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ പഠന വൈകല്യമുള്ള കുട്ടികൾ അവരെത്ര ശ്രമിച്ചാലും ആ ഒരു കാര്യം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, പഠന വൈകല്യം ഒരു ഏരിയയിലായിരിക്കത്തില്ല, പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ അവരെത്ര ശ്രമിച്ചാലും അവർക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മളിനി പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എത്ര വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവർക്കത് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് രണ്ടാമത്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ ചെയ്യണം, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ആദ്യം ഈ മെത്തേഡ് ചെയ്തിട്ട് രണ്ടാമത് ഈ മെത്തേഡ് ചെയ്താൽ ആൻസർ കിട്ടും എന്നൊക്കെ നമ്മൾ എത്ര ടെക്നിക്ക് പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലായില്ല. കാരണം ആ പറയുമ്പോൾ മനസ്സിലായാൽ പോലും അതെങ്ങനെ ചെയ്യണമെന്ന് രണ്ടാമത് വരുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നീട് ഈ കാര്യങ്ങൾ, അതായത് ഒരു അസൈൻമെൻറ്റ് തരുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവർക്ക് കറക്റ്റ് ടൈമിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു കാര്യം കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് വരുന്നത് കയ്യക്ഷരം വളരെയധികം മോശമായിരിക്കും. എല്ലാവരെയും കാണില്ല, എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ കയ്യക്ഷരം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കോമൺലി. അപ്പം ഈ കയ്യക്ഷരം ബുദ്ധിമുട്ടുള്ളത് കാരണവും പിന്നീട് മനസ്സിലുള്ള കാര്യങ്ങൾ അത് അവരുടെ മനസ്സിലുള്ളതുപോലെ പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. ചിലപ്പോൾ അവർക്ക് അറിയാം, അവരുടെ മനസ്സിൽ അതിൻ്റെ ആൻസർ ഉണ്ട്, അതെങ്ങനെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ അത് നമുക്ക് പേപ്പറിലോ അല്ലെങ്കിൽ പറയുമ്പോഴോ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരും. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നല്ല രീതിയിൽ ഐക്യു ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാവും, പക്ഷേ ഈ ഒരു ഏരിയയിൽ മാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കറക്റ്റ് സമയത്തിന് ചെയ്തു തീർക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യും? പൊതുവെ സ്കൂളുകളിൽ ഈ കറക്റ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ഒരു കാര്യം ഏൽപ്പിച്ചാൽ കറക്റ്റ് സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റാതെ വരിക, അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് തന്നെ പുറകിലോട്ട് ഉൾവലിയും. നമ്മുടെ പേരൻസ് നമ്മളെ മനസ്സിലാക്കുന്നില്ല, ടീച്ചേഴ്സ് നമ്മളെ മനസ്സിലാക്കുന്നില്ല, എനിക്കതൊന്നും ചെയ്യാൻ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ പറ്റാഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിയാൻ തുടങ്ങും. അപ്പം ഇതുപോലുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ട്. എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവനാണ്, അവരെ നമ്മൾ സംരക്ഷിക്കുക. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇൻഫോ അവയർനെസ്. താങ്ക് യു.